അലകനന്ദ, കെട്ടിടങ്ങളിൽ നിന്നും ഇപ്പോഴും അലാം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളെ പുറത്തിറങ്ങാനുള്ള. അത് അവസാനിച്ചിട്ടില്ല. ഒരുവിധം എല്ലാ കെട്ടിടങ്ങളിലും ഇതേ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള കെട്ടിടങ്ങളുള്ള ദുബായ് മറീന, അതുപോലെ തന്നെ ദുബായ് പീകോം മേഖലകളിലാണ് ആളുകൾ കൂടുതൽ പരിഭ്രാന്തരായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 20ഉം 50ഉം നിലകളുള്ള കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളിൽ നിന്നും മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അസംബ്ലി പോയിന്റിൽ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ കിടന്ന എല്ലാ കെട്ടിടങ്ങളുടെയും അവസ്ഥ. ഷാർജയിലും ഇതുപോലെ ഉയരത്തിലുള്ള കെട്ടിടങ്ങളുടെ റോള മേഖലയിലും ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഭൂചലനം ഒരുപക്ഷെ എല്ലാ ഭാഗത്തും ഇത്ര കനത്ത തോതിൽ അനുഭവപ്പെട്ടിരുന്നില്ല. പല ആളുകളും അത് അറിഞ്ഞിരുന്നില്ല എങ്കിൽ പക്ഷെ ഇത്തവണയുണ്ടായത് എല്ലാവരും അറിഞ്ഞു. എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ച ഉണ്ടായി അതിനുശേഷം വീണ്ടും ഉണ്ടാകുന്നതുകൊണ്ട് ആളുകൾ മാനസികമായി കുറച്ച് അധികം പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തിരിച്ചു കയറാൻ ഇപ്പോൾ പലരും മടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വാർത്തകളെല്ലാം വരുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന്. സതീഷ് തുടരുക. ഇപ്പോൾ ദുബായിൽ നിന്നുള്ള ചില മലയാളികളുടെ പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഫോൺ ചെയ്യുന്ന സമയത്ത് കട്ടില് ആരോ വന്നിട്ട് പിടിച്ചിങ്ങനെ വലക്കുന്ന മതി. അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ വേറെ ആൾ ചോറുന്നുണ്ടായിരുന്നു. അയാൾ ഭൂമി വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെ റൂമിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ ഇറങ്ങി താഴേക്ക് വന്നു. സംഭവം നല്ല ഒരു കട്ടിലൊക്കെ ഇങ്ങനെ നല്ലൊരു ഇതായിട്ട് കുലുങ്ങി. मैं भी अभी सोने का कोशिश किया था ऊपर, तो 2 बार ट्राई झट गया, फिर भी मैं सोया. फिर तीसरे से मेरे को लगा रहा, तो फिर मैं रुमालों को बोल के अभी सबको नीचे लेके आया.